ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് പെട്ടെന്ന് ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നമുക്ക് ദീപാവലി ആഘോഷം ഉണ്ടായിരുന്നു, മുഹൂർത്ത ട്രേഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചൊവ്വാഴ്ച മാർക്കറ്റ് ഒരു 1 അവർ മാത്രം പ്രവൃത്തി സമയം ഉണ്ടായിരുന്നുള്ളൂ. ബുധനാഴ്ച മാർക്കറ്റ് അവധി, തിങ്കളാഴ്ച മാർക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാത്രം മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമുക്ക് വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോൾ നമുക്ക് എൻറ്റയർ 1 വീക്ക് നടന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഒരു ഗോ ബാക്ക് ആവും. വെള്ളിയാഴ്ച ക്ലോസിങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച നമുക്കൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി. അതിനുശേഷം തിങ്കളാഴ്ച 25,900 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. ചൊവ്വാഴ്ച വീണ്ടും മാർക്കറ്റ് മുഹൂർത്ത ട്രേഡിങ്ങിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 25,700 പരിസരത്തേക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എന്നാൽ നമുക്ക് ബുധനാഴ്ച കിട്ടിയത് വലിയ ഗ്യാപ്പ് അപ്പായിരുന്നു. 26,100 വരെ മാർക്കറ്റ് പോയി. എന്നാൽ വ്യാഴം വെള്ളി ദിവസങ്ങൾ കൊണ്ട് 26,100 നിന്ന് മാർക്കറ്റ് ഏകദേശം 300 പോയിൻറ്റ് ഇടിവ് രേഖപ്പെടുത്തി 25,800 എന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസത്തെയും ചാർട്ടും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയുടെ ഓൾമോസ്റ്റ് പരിസരത്ത് വരെ പോയതിന് ശേഷം കണ്ട ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. ഇതിൽ സെൻറ്റിമെൻറ്റ്സ് മാറിയത് FISൻ്റെയാണ്. FIS കഴിഞ്ഞ വെള്ളിയാഴ്ചയും അവർ 600 കോടി രൂപയുടെ ബൈ നടത്തി. FISൻ്റെ കഴിഞ്ഞ മന്ത്ലി അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ FIS ജൂലൈ മാസം 47,000 കോടി രൂപയുടെ സെല്ല് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഓഗസ്റ്റിൽ 46,000 കോടി രൂപയുടെ സെല്ല് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. സെപ്റ്റംബറിൽ 37,000 കോടി രൂപയുടെ സെല്ല് മാർക്കറ്റിൽ നടത്തി. എന്നാൽ ഒക്ടോബർ, അതായത് കറൻറ്റ് മന്തിൽ അവരുടെ നെറ്റ് ഫിഗർ എന്ന് പറയുന്നത് 200 കോടി രൂപ മാത്രമാണ് അവർ സെല് ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം അവർ ഒരുപാട് ദിവസങ്ങളിൽ അവർ ബൈ നടത്തി 200 കോടിയാണ് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഈ മന്ത്ലി അടിസ്ഥാനത്തിൽ ഈ ഒക്ടോബർ മാസത്തിൽ അവർ ഒരു 100 കോടി ആണെങ്കിൽ കൂടിയും ബൈ നടത്താണെങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ സെല്ലിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഒരു ബൈയിങ് മന്തായിട്ട് FISൻ്റെ മാറുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ആഴ്ചയിലുള്ള FISൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യണം. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കണ്ടത്. ട്രംപ് ചൈനയായിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. അത് അവസാന ഘട്ടത്തിൽ എത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാനഡയായിട്ട് ധാരണയായി എന്ന് പറയപ്പെടുന്നു. ഇന്ത്യ ആയിട്ടുള്ള ഏഷ്യൻ സബ്മിറ്റിലുള്ള വെർച്വൽ മീറ്റിംഗ് നടത്തിയേക്കാം. ആ ഒരു സാധ്യതകളൊക്കെ കാരണമാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച US ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് US മാർക്കറ്റിൽ കാണാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ നാസ്ഡാക്ക് 263 പോയിൻറ്റിൻ്റെ പ്ലസ്സിലായിരുന്നു. ഡോ 472 പോയിൻറ്റ് പോസിറ്റീവ് ക്ലോസ് ചെയ്തു. FTSE UK മാർക്കറ്റ് 67 പോയിൻറ്റിൻ്റെ റാലി. CAC 40 ഫ്ലാറ്റ് ക്ലോസിങ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 32 പോയിൻറ്റിൻ്റെ ഒരു റാലിയിലാണ് ഉള്ളത്. ഇത് നമുക്ക് ഗ്ലോബൽ ഈവൻ്റാണ്. അടുത്ത ആഴ്ച ഗ്ലോബൽ മാർക്കറ്റിലുള്ള പ്രധാന ഈവൻറ്റുകൾ ചെക്ക് ചെയ്യാം. ന്യൂ ഹോം സെയിൽസ് ഡേറ്റ, അറ്റ്ലാന്റിസ് GDP ഡേറ്റ വരുന്നുണ്ട് US നിന്ന്. ഒക്ടോബർ 28 US നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ഉണ്ട്. 29 ക്രൂഡ് ഓയിൽ ഉണ്ട്. ഫെഡറൽ ഓപ്പൺ FOMCയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒക്ടോബർ 30 പ്രസ് കോൺഫറൻസ് ഉണ്ട്. GDP ഡേറ്റ വരുന്നുണ്ട്. പിന്നെ ഒക്ടോബർ 31 PCE പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട്. ഇനി ചൈനയിലേക്ക് പോകുകയാണെങ്കിലും ജർമ്മനിയിലേക്ക് പോകുകയാണെങ്കിലും ഇന്ത്യയിലേക്ക് പോകുകയാണെങ്കിലും അതാത് രാജ്യത്തെ ഈവൻറ്റുകളും അത് ഏത് ഇന്ത്യൻ സമയമാണ് ഉള്ള മാർക്കിങ്ങും ഉണ്ട്. അത് നമ്മളുടെ ട്രേഡ് ബഡ്ജറ്റ് ടാബിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് തന്നെ ഇപ്പോൾ പോസ് ചെയ്തിട്ട് സമയങ്ങൾ നോക്കാം. ഇനി അതല്ല, നമുക്ക് റിസൾട്ട് കലണ്ടറുകൾ നമ്മൾ ട്രേഡ് ബഡ്ജറ്റ് ടാബിൽ റിസൾട്ട് കലണ്ടറിൽ പോയി നിങ്ങൾ 27 ഒക്ടോബർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ബാറിൽ അപ്പോൾ 27 ഒക്ടോബറിൻ്റെ ഉള്ള 28 ഒക്ടോബർ കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ വരും. ഇതും ട്രേഡ് ബഡ്ജറ്റ് ടാബിലുണ്ട്. അത് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ട്രേഡ് ബഡ്ജറ്റ് ടാബിൻ്റെ ലിങ്ക്. അപ്പോൾ റിസൾട്ട് അതുപോലെയുള്ള റിസൾട്ട് കലണ്ടറുകളും ഗ്ലോബൽ ഈവൻറ്റുകളും എല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതനുസരിച്ച് ഒരു ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ അറ്റ്ലീസ്റ്റ് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. കാരണം ഇതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടല്ല, മറിച്ച് US നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ഏറ്റവും വലിയ റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ
റിലീസാവുന്ന ദിവസത്തിൽ എന്തോ സംഭവിക്കുക മാർക്കറ്റിൽ. നമ്മൾ ആ ദിവസങ്ങളിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിന്നാൽ പോലും പ്രശ്നമില്ല. കാരണം ഒരു മോശം ട്രേഡ് നടത്തി ലോസ് ഉണ്ടാക്കുന്നത് നിന്ന് ഒഴിവാകപ്പെടുന്നത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ പോലെയാണെന്ന് കരുതിയാൽ മതി. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനായിട്ട് മെറ്റയായിട്ട് കൊളാബ് ചെയ്തു. ഒരു 2 CR ഇൻവെസ്റ്റ്മെൻറ്റ് റിലയൻസ് നടത്തി. ഓല ഫണ്ട് റൈസ് നടത്തപ്പെടുകയാണ്. 1500 കോടി രൂപയുടെ ഫണ്ട് റൈസ് നടത്തുകയാണ്. കൊട്ടാക് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 3253 കോടി രൂപയാണ്. അത് 2.7% ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ കുറവാണ് രേഖപ്പെടുത്തിയത്. ബ്രിഗേഡ് ഹോട്ടൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 58% ഉയർന്ന് 11 കോടി രൂപ. റവന്യൂ 20% ഉയർന്നു. ഐക്കോൺ ഇൻ്റർനാഷണൽ കമ്പനി, ഐക്കോണും ഫിനോലെക്സും ജോയിൻറ്റ് വെഞ്ചറായിട്ട് അവർക്കൊരു പുതിയ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. 168 കോടി രൂപയുടെ പ്രൊജക്റ്റ്. കണ്ടെയ്നർ കോർപ്പറേഷൻ കമ്പനി ആദാനി സിമെൻ്റായിട്ട് ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. ബൾക്ക് സിമെൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സൈഡസ് ലൈഫ് കമ്പനി പുതിയ മെഡിസിന് അവർക്ക് US നിന്ന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. സെൻടെക് കമ്പനി റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 4.7% കുറവാണ് രേഖപ്പെടുത്തിയത്. റവന്യൂ 28% കുറവ് രേഖപ്പെടുത്തി. NTPC ഇവർ 800 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഇവരുടെ യൂണിറ്റിൻ്റെ കൊമേഴ്ഷ്യൽ ട്രയൽ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. NCC 6800 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇപാക്ക് പ്രീഫാബ് കമ്പനി 129 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഹിൻഡൽകോ കമ്പനി എമിൽ എന്ന് പറയുന്ന മൈൻഡ് കമ്പനീനെ അവർ അക്വയർ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. വിക്രാൻ എഞ്ചിനീയറിംഗ് കമ്പനി 60 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വാരി എനർജി കമ്പനി 122 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ മൊഡ്യൂൾസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ലഭിച്ചു. SBI കാർഡ് റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 10% ഇയർ ഓൺ ഇയർ ഉയർന്ന് 445 കോടി രൂപ കരസ്ഥമാക്കി. ഭാരത് രസായൻ കമ്പനി 1:1 റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കോഫോർജ് കമ്പനി ഇവർ ആദ്യം റിസൾട്ട് വന്നിരുന്നു. 317 നിന്ന് 376 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കൂടാതെ $514 മില്യൺ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസും കോഫോർജിനെ സംബന്ധിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റി ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് Q2 റിസൾട്ടുകൾ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് കമ്പനീസ് ചുരുക്കം ചില കമ്പനീസാണ് ഉള്ളത്. ഇനിയുണ്ട് നമുക്ക് FMCG എന്നുണ്ട്, ബാങ്കിങ് പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ബാങ്കിങ് എന്നുണ്ട്. അങ്ങനെയുള്ള ഇൻഡെക്സ് ഹെവി വെയ്റ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് മിഡ് ക്യാപ്പ് വരാനുണ്ട്. അത്തരം കമ്പനികളും അതിലുപരി FISൻ്റെ ആക്ടിവിറ്റീസും കൂടാതെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള താരിഫിൻ്റെ ചർച്ചയുടെ ഡെവലപ്മെൻറ്റ്സൊക്കെയാണ് നിഫ്റ്റീനെ ഇനി ഓൾ ടൈം ഹൈ മറികടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ന്യൂസിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. എല്ലാ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി, നല്ല വീക്കെൻഡ്. താങ്ക് യു.